ലോസ് ഓഫ് മോഷൻ. ഓക്കെ, ഇതിനകത്ത് നീറ്റിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ പിന്നെ നീറ്റ് ആവുന്നതിന് മുമ്പ് APMTക്ക് ചോദിച്ച ചോദ്യങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. എ ഫുട്ബോൾ പ്ലെയർ ഈസ് മൂവിങ് സൗത്ത് വേർഡ് ആൻഡ് സഡൻലി ടേൺസ് ഈസ്റ്റ് വേർഡ് വിത്ത് ദ സെയിം സ്പീഡ് ടു അവോയ്ഡ് ആൻ അപ്പോണൻറ്റ്. ദ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺ ദ പ്ലെയർ വൈൽ ടേണിംഗ് ഈസ്. ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ആക്സിലറേഷൻ ഉണ്ടാവുക, അങ്ങോട്ടാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാവുക. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡിറക്ഷൻ കണ്ടാൽ മതി. ദാറ്റ് വിൽ ബി ദ ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ എങ്ങനെ കാണും? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യമേ ഫൈനൽ വെലോസിറ്റി വെക്ടർ വരച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം ഇനീഷ്യൽ വെലോസിറ്റിയുടെ നെഗറ്റീവ് V2 മൈനസ് V1 പറഞ്ഞാൽ V2 പ്ലസ് മൈനസ് V1 ആണ്. ഓക്കെ, സഡൻലി ടേൺസ് ഈസ്റ്റ് വേർഡ്സ്. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ട ഈസ്റ്റിലേക്കാണ്. ഓക്കെ, V2 ഈസ്റ്റിലേക്ക് വരച്ചു. ഓക്കെ, ഇനി ഇനീഷ്യൽ വാസ് മൂവിങ് സൗത്ത് വേർഡ് എന്നാണ്. അപ്പോൾ ഈ V1 സൗത്തിലേക്കാണ്, അപ്പോൾ മൈനസ് V1 നോർത്തിലേക്കാവും. ഓക്കെ, അപ്പോൾ ദേ V2 ഈസ്റ്റിലേക്ക് മൈനസ് V1 നോർത്തിലേക്ക്. ഇവിടെ നോക്കി, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ വരിക. അപ്പോൾ V2 വരച്ചു, അതിൻ്റെ ടിപ്പിൽ മൈനസ് V1 വരച്ചു. സോ ദിസ് ഈസ് ദ ഡെൽറ്റ V. അതെങ്ങോട്ടാ? ആ ഡെൽറ്റ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ദേ ഈ ഡിറക്ഷനിലാണ് വരിക. അതായത് നോർത്തിനും ഈസ്റ്റിനും കറക്റ്റ് ബൈസെക്ട് ചെയ്തിട്ട് അതിന് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് നോർത്ത് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഉള്ളത് നോർത്ത് ഈസ്റ്റ് ആണ്, എലോങ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A ball of mass 0.15 kilogram is dropped from a height 10 meter, strikes the ground and rebounds to the same heights. The magnitude of impulse imparted to the ball is. അതിൽ H ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്താൽ താഴെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2gh ആണ്. √2gh. അപ്പോൾ അതേ സ്പീഡിൽ ബൗൺസ് ചെയ്തു എന്നാണ്. അപ്പോൾ ആ √2gh നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് പറയാം, പിന്നെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന V1 ആണെങ്കിലും V2 ആണെങ്കിലും √2gh ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 2 ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്. 2 ഉണ്ട് 9.8 10. ഓക്കെ, അത് എത്ര വരും? 196 വരും. 196 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 14 വരും. അപ്പോൾ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് 14, തിരിച്ച് ബൗൺസ് ചെയ്യുന്നതും 14. അപ്പോൾ ഈ V2 മേലോട്ടുള്ളത് നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ താഴോട്ടുള്ളത് നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നാ. അപ്പോൾ M × V2 മൈനസ് V1. ഓക്കെ, അതിൽ മാസ് എത്രയാണ്? 0.15. V2 പറഞ്ഞാൽ മേലോട്ട് +14, V1 പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് -14. അപ്പോൾ 14 മൈനസ് -14. ഓക്കെ, അത് എത്ര വരും? 28 × 0.15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 4.2 കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1 വരും. ഓക്കെ, അതിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് M ഈസ് indicated by the force time graph shown below. The change in momentum of the particle over the time interval from 0 to 8 seconds. ഓക്കെ, നമ്മൾ ഒരു ഗ്രാഫിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടാവുക. വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റഡ് ബൈ ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്? വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റഡ് ബൈ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്? ഓക്കെ, അതിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ΔY/ΔX എന്നാണ്. അതായത് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് Y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് X ആക്സിസ്. അതാണ് സ്ലോപ്പ്. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി അലോങ് ദ Y ആക്സിസ് ഇൻറ്റു ക്വാണ്ടിറ്റി അലോങ് ദി X ആക്സിസ് എന്നാണ്. ഓക്കെ, ക്വാണ്ടിറ്റി അലോങ് ദ Y ആക്സിസ് എന്താ? ഇവിടെ അതാണ് ഏരിയ. ഇവിടെ Y ആക്സിസിൽ ഫോഴ്സ് ആണ്, X ആക്സിസിൽ ടൈമാണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം, അത് ഇമ്പൾസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നാ. അപ്പോൾ ഇമ്പൾസ് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഈ ഏരിയ കാണുമ്പോൾ നോക്കൂ, എല്ലാം സാധാരണ പോലെ തന്നെ മേലെയുള്ള ഏരിയ പോസിറ്റീവാണ്, താഴെയുള്ള നെഗറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കൂ, ഈ സാധനം എന്താ? ഒരു ട്രയാങ്കിൾ ആണ്, റൈറ്റ്? അതിൻ്റെ ഏരിയ നിങ്ങൾക്ക് എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം അല്ലേ? അപ്പോൾ അവിടെ ഹാഫ്, ബേസ് എത്രയാണ്? 2 ആണ്, ആൾട്ടിറ്റ്യൂഡ് 6 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ ഹാഫ് ബേസ് 2 ആൾട്ടിറ്റ്യൂഡ് 6. രണ്ടാമത്തെ നോക്കൂ, താഴെയാണ്. അതിൻ്റെ നോക്കൂ, ഒരു എന്താ പറയുക, ദാറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. മനസ്സിലായില്ലേ? നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് 2 to 4 ആണ്, 2 യൂണിറ്റ്സ്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? -3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 × -3 വരും. അടുത്തത് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ആണ്, 4 തൊട്ട് 8 വരെയാണ്. അപ്പോൾ അവിടെ 4 യൂണിറ്റ്സ് ആണ് ഈ ലെങ്ത്ത്. ഇത് എത്രയാണ്? ഇത് മേലോട്ടുള്ളത് +3 ആണ്. ഓക്കെ, അപ്പോൾ 4 × 3 വരും. 4 × 3 ഇത് ആഡ് ചെയ്യുമ്പോൾ 4 × 3 12 ആണ്. ഇത് -6 ആണ്. ഓക്കെ, ഇവിടെ അഗെയിൻ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 വരും.
ഓക്കെ, അപ്പോൾ 6ഉം 12ഉം 18 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 12 ന്യൂട്ടൺ സെക്കൻഡ് വരും. 12 ന്യൂട്ടൺ സെക്കൻഡ്, അതായത് സി ഇതാണ്. ഓക്കെ, എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ബോഡി ഓഫ് മാസ് എം ഹിറ്റ്സ് നോർമലി എ റിജിഡ് വാൾ വിത്ത് വെലോസിറ്റി v and bounces back with the same velocity. Bounces back with the same velocity. The impulse experienced by the body is. Impulse എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റാ. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട് പോയി അതേ വെലോസിറ്റിയിൽ ബൗൺസ് ചെയ്തു. ചേഞ്ച് ഇൻ മൊമെന്റം പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അതിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന മൊമെന്റം ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്നത് നമ്മൾ സി ഇപ്പം എം ഇൻറ്റു വി ചെയ്തു വിചാരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് പ്ലസ് എം വി, ഓക്കെ, ഇങ്ങോട്ടുള്ളതോ മൈനസ് എം വി. അപ്പം ചേഞ്ച് എന്താ? എം വി മൈനസ് മൈനസ് എം വി. ഓക്കെ, അപ്പം എത്ര വരും? വി വിൽ ഗെറ്റ് 2 എം വി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ബോഡി അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ഫോഴ്സ് F equal to 6i minus 8j plus 10k acquires an acceleration of 1 meter per second square. Mass of this body must be. ഓക്കെ, അതിൽ ഫോഴ്സ് തന്നിട്ടുണ്ട്, മാസ്സാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ഓക്കെ, കമ്പോണൻറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ എന്താ? 6 സ്ക്വയർ പ്ലസ് മൈനസ് 8 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. ഈ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്താ വരിക? അത് 10 സ്ക്വയറാ. അപ്പോൾ ഈ 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ദാറ്റ് വിൽ ബി എന്താ? 2 ഇൻറ്റു 10 സ്ക്വയർ റൂട്ടിനകത്ത് വരും. അപ്പോൾ 10√2. അത്രയും ന്യൂട്ടൺ ആണ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് 10√2, ആക്സലറേഷൻ എത്രയാണ്? 1 ആ. അപ്പോൾ 10√2 by 1 എന്ന് പറഞ്ഞാൽ 10√2 കിലോഗ്രാം വരും. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഓക്കെ, ഇതിനകത്ത് 0.5 കിലോഗ്രാം ബോൾ മൂവിംഗ് വിത്ത് എ സ്പീഡ് 12 മീറ്റർ പെർ സെക്കൻഡ് സ്ട്രൈക്സ് ഹാർഡ് at an angle of 30 degree with the ball. It is reflected with the same speed at the same angle if the ball is in contact with the wall for 0.25 seconds. The average force acting on it is. അതിൽ സി വെൻ 2 വെക്ടേഴ്സ് ആർ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ചു പോകാൻ ഈ ഒരു ഫോർമുല മാത്രം മതി, അത്രയും വിശേഷപ്പെട്ട സാധനം. ഓക്കെ, അതായത് 2 വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്, ബട്ട് ദെയർ ഡിറക്ഷൻസ് ആർ ഡിഫറൻറ്റ്. ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പി ആണ്. നൗ വി ഹാവ് അനദർ വെക്ടർ, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഓൾസോ പി. ദീസ് 2 ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. 2 വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വലാണ്. വെക്ടേഴ്സ് ആർ നോട്ട് സെയിം, കാരണം ദെയർ ഡിറക്ഷൻസ് ആർ ഡിഫറൻറ്റ്. ഓക്കെ, ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ ഇത് ഈ 2 വെക്ടേഴ്സിൻ്റെയും റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2p കോസ് തീറ്റ ബൈ 2 ആണ്. ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2p, ഡിഫറൻസ് കേട്ടോ, 2p സൈൻ തീറ്റ ബൈ 2 ആണ്. 2p സൈൻ തീറ്റ ബൈ 2. ഓക്കെ, ഇനി ഒരു വിശേഷം കൂടെ ഞാൻ പറയാം. സപ്പോസ് ദർ ആർ 2 വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് and the magnitude of their resultant is equal to the magnitude of either vector. 2 വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാ. ഈ 2 വെക്ടറിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് തന്നെയാണ്. മനസ്സിലാവുണ്ടോ? ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 120 ഡിഗ്രി. പോപ്പുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ 6ന് പകരം നോക്കൂ, നമ്മൾ 2 വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് പി, റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡും പി വിചാരിക്കുക. അപ്പോൾ ഈ 6ന് പകരം പി കൊടുത്താൽ ഈ പിയും കട്ടാവും. അപ്പോൾ 2 cos തീറ്റ ബൈ 2 = 1 വരും. അപ്പോൾ കോസ് തീറ്റ ബൈ 2 ഹാഫ് എന്ന് വരും. അപ്പോൾ തീറ്റ ബൈ 2 60 വരും. തീറ്റ 120 എന്ന് വരും. അതായത് 2 ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ 120 ആണെങ്കിൽ ആ 2 വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും അത് തന്നെയാവും. മനസ്സിലായില്ലേ? സാധാരണ ചോദിക്കാറില്ല. ഇവിടെ ഇപ്പം എന്താ വിശേഷം എന്നറിയോ? ഒരു ബോൾ ഇങ്ങനെ വന്നിരുന്നു, ആ ബോൾ ഇവിടുന്ന് ഡിഫ്ലക്ട് ചെയ്ത് അതേ സ്പീഡിൽ പോവുക. Okay, same speed, 30 degree with the wall, it is reflected with the same speeds. Appo see, this is the direction of the initial momentum and this is the final momentum. Manasalaye, initial momentum and final momentum, they are of equal magnitude. But adinedakkulla angle etraya? This 30, this 30 alle, this 30 nu avaru thannittund. Appo this 30 avalle endha karyam? Because they are opposite angles nalle paraya. Appo this initial momentum, this final momentum. Momentum equal alla, because their directions are different even though they have the equal magnitude. Okay, appo namukku idinte difference kaanam. Endha chodyam endha? Average force a. Appo m into delta v by delta t, change in velocity idana 2v sin theta by 2. Ee 2 velocity vectors inde edakkulla angle etraya? 60.
അപ്പോൾ സൈൻ 60/2 പറഞ്ഞാൽ എത്രയാണ്? സൈൻ 30. അപ്പോൾ 2 ഉണ്ട്, 12 ഉണ്ട്, സൈൻ 30 പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ 12 മീറ്റർ പെർ സെക്കൻഡ് വരും. മാസ് 0.5 കിലോഗ്രാം, ഡെൽറ്റ വി 12, ടൈം എത്രയാണ്? 0.25 സെക്കൻഡ്സ്. 0.25 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 1/4 എന്ന് എഴുതാലോ. ആ 4 മേലെ പോകുമ്പോൾ 4 × 0.5 എത്രയാണ്? 2 എന്ന് വരും. 2 × 12 എത്രയാണ്? 24 ന്യൂട്ടൺ വരും. അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസറാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്രിക്കറ്റർ catches a ball of mass 150 gram moving with velocity 20 meter per second. Then he experiences a force of. ഓക്കെ, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ ക്യാച്ച് ഈസ് 0.1 സെക്കൻഡ്. ഇതെന്താണെന്നറിയോ? നമ്മൾ ഈ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ കൈ പുറകോട്ട് കൊണ്ടുപോകും. അതായത് ഇത് സ്ലോ ഡൗൺ ചെയ്ത് പിടിക്കുക ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 0. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്. ഫോഴ്സിൻ്റെ ഫോർമുല ഇതാ, m × v - u / t. റിട്ടാർഡിങ് ഫോഴ്സാണ് ഇവിടെ അല്ലേ? അപ്പോൾ അത് കാരണം ഫോഴ്സ് ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് നെഗറ്റീവ്. 150 ഗ്രാം പറഞ്ഞാൽ 0.15 കിലോഗ്രാം. ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ 20, അതിനെടുത്ത സമയം 0.1 സെക്കൻഡ്. ഓക്കെ, ഈ 0.15/0.1 പറഞ്ഞാൽ 1.5 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 30. നമുക്ക് കിട്ടുന്ന നെഗറ്റീവാണ്. അതെന്താ കാണിക്കുന്നത്? ആ ഫോഴ്സ് റിട്ടാർഡിങ് ഫോഴ്സ് ആണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ അവർ ചോദിക്കുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സാണ്. അപ്പോൾ അത് 30 ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, 30 ന്യൂട്ടൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ 5000 കിലോഗ്രാം റോക്കറ്റ് ഈസ് സെറ്റ് ഫോർ വെർട്ടിക്കൽ ഫയറിംഗ്. The exhaust speed is 800 meter second raised minus 1 to give an initial upward acceleration 20 meter second raised minus 2. The amount of gas ejected per second to supply the needed thrust will be. Okay, V into dm/dt. അതായത് ഗ്യാസ് കത്തി പുറത്തേക്ക് പോകുമല്ലോ. ഓക്കെ, ഫ്യൂല് കത്തി ഗ്യാസ് ആയിട്ട് എക്സോസ്റ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന ത്രസ്റ്റ് V × dm/dt. മേലോട്ട് വെയിറ്റ് താഴേക്ക് ഉണ്ടാവും. അപ്പോൾ റിസൾട്ടൻ്റ് അപ്വേർഡ് ഫോഴ്സ് പറഞ്ഞാൽ V × dm/dt - mg. അതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. V × dm/dt - mg റിസൾട്ടൻ്റ് ഫോഴ്സ്. F = ma F ആണിത്, ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ -mg ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താ വരിക? +mg വരും. അതായത് V × dm/dt = m × g + a. പ്രശ്നമില്ലല്ലോ. അപ്പോൾ dm/dt എന്താ? m × g + a/v വരും. അതിൽ ആക്സലറേഷൻ 20 മീറ്റർ സെക്കൻഡ് റേസ് - 2 ആണ്. മാസ് 5000 കിലോഗ്രാം. അപ്പോൾ 5000 G10 A20. ഓക്കെ, അടിയിൽ വെലോസിറ്റി എത്രയാ? 800. അപ്പോൾ 50 × 30/8 വരും. അപ്പോൾ ഇത് 1500/8. ഓക്കെ, 1500നെ എന്താ ഈ 8നെ 2 × 2 × 2 എന്ന് പറയാം. അതായത് 2 കൊണ്ട് 3 തവണ സക്സസീവ്ലി ഡിവൈഡ് ചെയ്യണം. 1500നെ പകുതിയാക്കുക 750, അതിനെ വീണ്ടും പകുതിയാക്കുക 375, 375. ഓക്കെ, ഇനി ഒന്നുകൂടെ പകുതിയാക്കണം. 375/2. ഇപ്പോൾ 375 ഇവിടെ നിൽക്കട്ടെ. ഈ 370 ആണെങ്കിൽ എത്ര വരും? 370 ആണെങ്കിൽ ദാറ്റ് വിൽ ബി 185 അല്ലേ? 185. ഓക്കെ, പിന്നെ ഒരു 5 ഉണ്ട്, അതിൻ്റെ ഒരു 2.5 വരും. അപ്പോൾ 187.5 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. See, in the diagram shown, the normal reaction force between 2 kilogram and 1 kilogram കണ്ടുപിടിക്കണം. Consider the surface to be smooth. ഫ്രിക്ഷൻ ഇല്ല. ഓക്കെ, നമ്മൾ ഒരു റാമ്പിൽ നമ്മളൊരു ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നോർമൽ റിയാക്ഷൻ നോർമൽ ടു ദ സർഫസ്, പിന്നെ വെയിറ്റ് mg ഉണ്ടാവും. അതിനെ നമുക്ക് 2 കമ്പോണൻ്റ് ആക്കാം. mg cos theta, it is balanced by the normal reaction. mg sin theta ഇങ്ങനെ. അപ്പോൾ ഇവിടെ എന്താണ്? 3 ബ്ലോക്കാണ്. 3 + 2 + 1 6 കിലോ ഉണ്ട് മൊത്തം. അപ്പോൾ ആ മൊത്തം 6 കിലോഗ്രാം ഉണ്ടല്ലോ. ആ 6 കിലോഗ്രാമിന് ഒരൊറ്റ ബ്ലോക്ക് ആണെങ്കിൽ അതിൽ ഇങ്ങോട്ട് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താവും? ആ 6 കിലോഗ്രാമിൻ്റെ നോക്കൂ, mg sin theta. തീറ്റ എത്രയാ നോക്കൂ? mg sin theta. തീറ്റ എത്രയാ? 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്ക്, മാസ് 6 കിലോഗ്രാം, G10 sin 30 പറഞ്ഞാൽ ഹാഫ്. അപ്പോൾ എത്ര വരും? അത് 30 ന്യൂട്ടൺ വരും. ഇങ്ങോട്ട് 30 ന്യൂട്ടൺ ആണ് വെയിറ്റിൻ്റെ കമ്പോണൻറ്റ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു 60 ന്യൂട്ടൺ ഫോഴ്സ്, ഇങ്ങോട്ട് 18. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 18ഉം 30യും വെയിറ്റിൻ്റെ കമ്പോണൻറ്റ്, മൊത്തം 48 ഇങ്ങോട്ടുണ്ട്, 60 മേലോട്ടുണ്ട്. മേലോട്ട് 60, താഴോട്ട് 48. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങോട്ടാ? എലോങ് ഈ ഇൻക്ലൈൻ പ്ലെയിൻ വഴി മേലോട്ട്, അപ്പ് ദ ഇൻക്ലൈൻ. അതെത്രയാ? അത് 60 - 48 പറഞ്ഞാൽ 12 ന്യൂട്ടൺ. അപ്പോൾ ആ 12 ന്യൂട്ടൺ കാരണമാണ് ഇത് മൊത്തത്തിൽ എത്രയാ? 3 + 2 + 1 പറഞ്ഞാൽ 6 കിലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ 12/6 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. ദേ കിടക്കുന്നു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
Now the question is, what is the force exerted by the 2 kilogram on 1 kilogram na? അപ്പോൾ ഈ 1 കിലോഗ്രാമിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം നമുക്ക്. 1 കിലോഗ്രാമിന്റെ 1 കിലോഗ്രാം, അതിൽ ഈ 2 കിലോഗ്രാം 1 കിലോഗ്രാമിൽ കൊടുക്കുന്ന ഫോഴ്സ് സ്മോൾ എഫ് വിചാരിച്ചു, അതാ കണ്ടുപിടിക്കണ്ടേ. പിന്നെ ആ 1 കിലോഗ്രാമിന്റെ എന്താ പറയുക വെയിറ്റിന്റെ കമ്പോണന്റ് mg sin θ താഴേക്ക് ഉണ്ടാവും. മാസ് ഓഫ് 1 കിലോഗ്രാം, പിന്നെ g, പിന്നെ എന്താ sin 30 1/2. പിന്നെ ആ 1 കിലോഗ്രാമിലാണ് ആ 18 ന്യൂട്ടൺ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ 1 കിലോഗ്രാം. ഒന്നാ 2 കിലോഗ്രാം കൊടുക്കുന്ന റിയാക്ഷൻ, പിന്നെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 18, പിന്നെ ഈ 1 കിലോഗ്രാമിന്റെ വെയിറ്റിന്റെ കമ്പോണന്റ് mg sin 30. ഓക്കെ, അതിൽ നമുക്ക് ഈ മൊത്തം സിസ്റ്റം മേലോട്ട് പോകുന്നുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിൽ. അപ്പോൾ ഈ 1 കിലോഗ്രാം ഓൾസോ വിൽ മൂവ് അപ്പ് ദ പ്ലെയിൻ അറ്റ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്കിവിടെ നോക്കാം, ഇവിടെ എത്രയാ 18 ഉണ്ട് താഴേക്ക്, പിന്നെ ഈ വെയിറ്റിന്റെ കമ്പോണന്റ് എത്ര വരും, അത് ഒരു 5 ന്യൂട്ടൺ വരും. അപ്പോൾ 5 + 18 പറഞ്ഞു കഴിഞ്ഞാൽ 23. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എത്രയാ എഫ്. അപ്പോൾ നോക്കൂ, എഫ് - 23 റിസൾട്ടന്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എത്രയാ 1 കിലോഗ്രാം, ആക്സലറേഷൻ എത്രയാ 2. അപ്പോൾ 25 ന്യൂട്ടൺ വരും. 25. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ the 2 kilogram on 1 kilogram. An equal reaction will be exerted by 1 kilogram and 2 kilogram. അത് ചോദിച്ചാലും ഇത് തന്നെയാണ്, മനസ്സിലായില്ലേ. 3 blocks A, B and C of masses 4 kilogram, 2 kilogram, 1 kilogram. Okay, force of 40 Newton is applied on 4 kilogram. Block, then the contact force between A and B ആ കണ്ടുപിടിക്കണ്ടേ. അതിൽ ആദ്യം ഇത് മൊത്തത്തിലൊരു സിസ്റ്റായിട്ട് വിചാരിക്കുക. ഓക്കെ, ഒപ്പോസിങ് ഫോഴ്സ് ഒന്നുമില്ല, ഫ്രിക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ 14 ന്യൂട്ടൺ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 4 + 2 + 1 പറഞ്ഞാൽ 7 കിലോഗ്രാം മാസ്. അപ്പോൾ ആക്സലറേഷൻ എത്രയാ 14/7 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ. ഇനി നമ്മളോട് ചോദിക്കുന്നത് 4 കിലോഗ്രാം ബ്ലോക്ക്, ദെൻ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നാണ്. എയും ബിയും തമ്മിലുള്ള ഫോഴ്സാണ്. അപ്പോൾ എ എന്നുള്ള ബ്ലോക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, എ എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ബി, ദെൻ ബി വിൽ എക്സേർട്ട് ആൻ ഈക്വൽ റിയാക്ഷൻ ഓൺ എ. എ ബിയിൽ കൊടുക്കുന്ന ഫോഴ്സ് എഫ് ആ വിചാരിച്ചോ, അപ്പോൾ ബി തിരിച്ച് എയിൽ കൊടുക്കുന്ന ഫോഴ്സ് എഫ് തന്നെയാണ് റിയാക്ഷൻ. അപ്പോൾ നോക്കൂ, ആ എ മാത്രം എടുത്താൽ 14 ഇങ്ങോട്ട്, എഫ് അങ്ങോട്ട്, മനസ്സിലാവുണ്ടോ. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് എന്താ 14 - എഫ് ഇങ്ങോട്ട്. ഇത് മൊത്തത്തിൽ എല്ലാം ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എയും ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക, മനസ്സിലായില്ലേ. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് പറഞ്ഞാൽ 14 - എഫ് ഇങ്ങോട്ടുള്ളത് ഈക്വൽ ടു അതിൻ്റെ മാസ് 4 കിലോഗ്രാം ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താ എഫ് ഈക്വൽ ടു 14 - 8 എന്ന് പറഞ്ഞാൽ 6 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, എ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബി സി എന്നുള്ള ഒറ്റ ഒരു ബ്ലോക്ക് ആയിട്ട് എടുത്തോ, ബി സി. അപ്പോൾ ഈ വെൻ യു കൺസിഡർ ബി ആൻഡ് സി ടുഗദർ ആസ് എ സിസ്റ്റം, അപ്പോൾ ബി സിയിൽ കൊടുക്കുന്നതും സി ബിയിൽ കൊടുക്കുന്നതൊക്കെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതാ. അത് ഇന്റേണൽ ഫോഴ്സാണ്, നമ്മൾ എടുക്കൂല. എഫ് ഈക്വൽ എം എയിൽ എഫ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ when B and C together is considered as the system, the only external force acting on it is ഈ 14 ന്യൂട്ടൺ നമ്മൾ എയിലാണ് കൊടുക്കുന്നത്. എ ആണ് ഈ ബി സി എന്നുള്ള കോമ്പിനേഷനിൽ കൊടുക്കുന്നത് ഫോഴ്സ്, മനസ്സിലാവുണ്ടോ. അപ്പോൾ ആ ബി സി എന്നുള്ള കോമ്പിനേഷനിൽ കൊടുക്കുന്ന ഒരേ ഒരു ഫോഴ്സ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ആണ്. അത് നോക്കൂ, ഇങ്ങോട്ട് എഫ്, കാരണം ഇത് അങ്ങോട്ട് തിരിച്ചു കൊടുത്ത റിയാക്ഷൻ എഫ്. ഓക്കെ, നൗ ദ ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഈസ് എഫ് ഈക്വൽ ടു m2 + m3 × a. ഇത് 2 കിലോഗ്രാം, ഇത് 1 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ 2 + 1 എത്രയാ 3, ഇത് എത്രയാ 2, 3 × 2 6 ന്യൂട്ടൺ. അപ്പോൾ എ എന്നുള്ള ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് കണ്ടാലും ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് കണ്ടാലും ഒക്കെ നമുക്ക് എന്താ കിട്ടുക, ഒരേ ആൻസർ തന്നെ കിട്ടിയ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് 6 ന്യൂട്ടൺ വരും. ഓക്കെ, ഇതിനകത്ത് ബലൂൺ വിത്ത് മാസ് m ഈസ് ഡിസെൻഡിങ് ഡൗൺ വിത്ത് ആൻ ആക്സലറേഷൻ a. How much mass should be removed from it so that it starts moving up with an acceleration a? Goods. നമ്മൾ ഒരു ലിഫ്റ്റിന്റെ ഫ്ലോറിൽ ഒരു മാസ് എം വെച്ച് കഴിഞ്ഞാൽ വെൻ ലിഫ്റ്റ് ഗോസ് ഡൗൺ ദ വെയിറ്റ് ഓർ എന്താ ഈ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ അപ്പാരന്റ് വെയിറ്റ് m × g - a ആണ്. മേലോട്ട് പോകുമ്പോഴോ m × g + a ആണ്. ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ്, ശ്രദ്ധിക്കണം, വിത്ത് വിച്ച് ദ ബ്ലോക്ക് പ്രസസ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ലിഫ്റ്റ്. ഈ ബ്ലോക്ക് ലിഫ്റ്റിന്റെ ഫ്ലോറിൽ താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ് ഈ അപ്പാരന്റ് വെയിറ്റ്. അതെത്രയാണോ അത്രയാണോ മേലോട്ട് കിട്ടുക, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ലിഫ്റ്റ് മേലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഈ അപ്പാരന്റ് വെയിറ്റ്. ഈ ലിഫ്റ്റ് മേലോട്ട് കൊടുക്കുന്ന ഫോഴ്സ്, അതായത് ഈ ബ്ലോക്കിൽ മേലോട്ട് കൊടുക്കുന്ന ഫോഴ്സ്, ബ്ലോക്കിൽ
the force acting in the upward direction. It is m into g minus a when it goes down and m into g plus a when it goes up. Okay, let me repeat. The force acting on a body of mass m moving with a constant acceleration a. Okay, അപ്പോൾ a ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻ ദ അപ്വേർഡ് ഡിറക്ഷൻ, മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈസ് എം ഇൻറ്റു ജി മൈനസ് എ വെൻ ഇറ്റ് ഗോസ് ഡൗൺ ആൻഡ് എം ഇൻറ്റു ജി പ്ലസ് എ വെൻ ഇറ്റ് ഗോസ് അപ്പ്. ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, ആദ്യം ഒരു മാസ് ഉണ്ട് ബലൂണിൽ. അപ്പോൾ ആ ബലൂൺ എന്താ ചെയ്യുന്നത്, താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ബലൂണിൽ മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എം ഇൻറ്റു ജി മൈനസ് എ. ഇനി ആ ബലൂണിൽ നിന്ന് നമ്മൾ ആളുകൾക്ക് കയറാൻ പറ്റിയ ബലൂണൊക്കെ ഉണ്ടല്ലോ, ഹോട്ട് എയർ ബലൂൺ, അതിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഇറങ്ങി എന്ന് വിചാരിക്കുക. ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മാസം ചെയ്തു, മാസ് കുറഞ്ഞു. പക്ഷെ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന എയറൊക്കെ എന്താ സെയിം തന്നെയാണല്ലോ. മനസ്സിലായില്ല, ആ ബാസ്ക്കറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയതാ. അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന എയർ സെയിം ആണ്, അതായത് അപ്ത്രസ്റ്റ് സെയിം ആണ്. അപ്ത്രസ്റ്റ് ആണ് മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, പക്ഷെ അതിപ്പോൾ എന്താണെന്നോ നോക്കൂ, മാസ് കുറവാണ്, എം മൈനസ് ഡെൽറ്റ എം, ഇറങ്ങിപ്പോയ ആളുടെ മാസം അത് ഇൻറ്റു ജി പ്ലസ് എ. ഒരാൾ ഇറങ്ങിയപ്പോൾ ഇത് മേലോട്ട് പോകാൻ തുടങ്ങി, അതേ ആക്സലറേഷനിൽ ജി പ്ലസ് എ. പക്ഷേ ഇയാൾ കൂടെ ഉള്ളപ്പോൾ ഇതിന് ഡിസ്പ്ലേസ് ചെയ്ത എയറും വെയിറ്റ് ആയിരുന്നു അപ്ത്രസ്റ്റ്. അയാൾ ഇറങ്ങിയപ്പോഴും അതേ എയറിനെ ഡിസ്പ്ലേസ് ചെയ്യും, അതേ അപ്ത്രസ്റ്റ്. ആ ഫോഴ്സ് മാറിയിട്ടില്ല. ഓക്കെ, താഴോട്ട് പോകുന്ന സമയത്ത് എം ഇൻറ്റു ജി മൈനസ് എ, മേലോട്ട് പോകുമ്പോൾ എന്താ എം മൈനസ് ഡെൽറ്റ എം ഇൻറ്റു ജി പ്ലസ് എ. ഇവിടെ നമുക്ക് എം മൈനസ് ഡെൽറ്റ എം ബൈ എം ഈക്വൽ ടു ജി മൈനസ് എ ബൈ ജി പ്ലസ് എ വരും. നമുക്ക് കാണേണ്ടത് ഡെൽറ്റ എം ആണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂള് ശ്രദ്ധിച്ച് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമുക്ക് വേണ്ടത് എന്താ പറയുക, ഡെൽറ്റ എം ആണ് വേണ്ടത്. അത് ഇവിടുന്ന് എങ്ങനെ കിട്ടും, ഈ ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ ചെയ്താൽ എന്താ കിട്ടുക, ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ നോക്കൂ, ശ്രദ്ധിച്ചോ, എം എന്ന് പറഞ്ഞാൽ എം പ്ലസ് സീറോ എന്നാണ്, എം പ്ലസ് സീറോ. ശ്രദ്ധിക്കുക, എം എന്ന് പറഞ്ഞാൽ എം പ്ലസ് സീറോ, എം മൈനസ് എം പോകും, പിന്നെ സീറോ മൈനസ് മൈനസ് ഡെൽറ്റ എം എന്താ വരിക, പ്ലസ് ഡെൽറ്റ എം വരും. അതായത് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ ഡെൽറ്റ എം കിട്ടും. ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ, അപ്പോൾ ഡെൽറ്റ എം കിട്ടും. ഡിനോമിനേറ്റർ അതേപോലെ ഇവിടെ ഇടുക, റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് റൈറ്റ് സൈഡിലും ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്റർ അതേപോലെ ഇട്ടു, അപ്പോൾ റൈറ്റ് സൈഡിൽ ജി പ്ലസ് എ ആണ് ഡിനോമിനേറ്റർ, അത് അതേപോലെ ഇട്ടു. ന്യൂമറേറ്റർ എങ്ങനെയാണ് കിട്ടിയത്, ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ. അപ്പോൾ ഇവിടെ അത് ചെയ്യുക, ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ, ജി മൈനസ് ജി പോവും, പിന്നെ എ മൈനസ് മൈനസ് എ എന്താ 2a, ഇതാ 2a. അപ്പോൾ ഇവിടുന്ന് ഡെൽറ്റ എം ബൈ എം എന്ന് പറഞ്ഞാൽ ഇതാ. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എമ്മിനെ എങ്ങോട്ട് എടുക്കുക, അപ്പോൾ എന്താ 2ma ബൈ ജി പ്ലസ് എ വരും. അതായത് 2ma ഡിവൈഡ് ബൈ ജി പ്ലസ് എ ആണ്. ഓക്കെ, ഇനി കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ എന്താണെന്നറിയോ, ഈ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ ഈക്വൽ ടു എ ബൈ ബി വിചാരിച്ചോ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ പറയാം നമുക്ക്, എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ, ദിസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. ഇതാണ് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂള്. ഓക്കെ, ഇഫ് എക്സ് ബൈ വൈ ഈക്വൽ ടു എ ബൈ ബി ആണെങ്കിൽ ഇത് ശരിയാ. ഇനി ഇതെന്നല്ല, ലെഫ്റ്റിൽ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ എഴുതി വിചാരിക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലും അതേ ചെയ്താൽ മതി, എ ബൈ എ മൈനസ് ബി. ഓക്കെ, ഇനിയിപ്പോൾ ലെഫ്റ്റിൽ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ വൈ വിചാരിച്ചോ. അപ്പോൾ റൈറ്റിലും അതേപോലെ തന്നെ ചെയ്താൽ മതി, എ പ്ലസ് ബി ഡിവൈഡ് ബൈ ബി. ലെഫ്റ്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതേപോലെ റൈറ്റിലും ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്നറിയോ, നോക്കൂ, ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ മേലിട്ടു, ഡിനോമിനേറ്റർ അതേപോലെ. റൈറ്റ് സൈഡിലും ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ മേലെ ഇടുക, ഡിനോമിനേറ്റർ അതേപോലെ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു സോൾവ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്ലോക്ക് എ ഓഫ് മാസ് 2 കിലോഗ്രാം and the table shown in figure is 0.2. What would be the maximum mass value of B so that the two blocks do not move? The string and the pulley are assumed to be smooth and massless. അതിൽ ഈ ഹാങ്ങിങ് ബ്ലോക്ക് ആണ് ഇതിനെ പിടിച്ച് വലിക്കുക. ഇവിടെ ആക്ട് ചെയ്യുന്ന എന്താ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്നാ. ഇവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ, അത് 10 ന്യൂട്ടനാണ് വിചാരിക്കുക, 10 ന്യൂട്ടൺ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വലിക്കുന്നത് 8 ആണെങ്കിൽ അങ്ങോട്ട് 8 ഉണ്ടാവുള്ളൂ, 10 ഉണ്ടാവില്ല. ഇങ്ങോട്ട് 7 ആണെങ്കിൽ അങ്ങോട്ട് 7 ഉണ്ടാവുക. മനസ്സിലാവുണ്ടോ? ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഇവിടെ ഹാങ് ചെയ്തത് അവിടെയുള്ള ഫ്രിക്ഷനേക്കാൾ കുറവോ ഈക്വലോ ആവണം, എന്നാലേ അവിടെ അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളുടെ എം ആ വിചാരിച്ചോ, സ്മോൾ എം, ഇവിടെ ഉള്ള ക്യാപിറ്റൽ എം വിചാരിച്ചു. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ എം ജി, ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി സ്മോൾ എം ജി. അപ്പോൾ നോക്കൂ,
ദാ mu mg ഗ്രേറ്റർ ദാൻ, നോക്കൂ ഇത് കൂടുതലാണ്. അല്ലെങ്കിൽ ഈ ഹാങ് ചെയ്ത ബ്ലോക്കിന്റെ വെയിറ്റ് mg ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu mg. അതിൽ ജി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu 0.2, ക്യാപിറ്റൽ എം എത്രയാ 2. അപ്പോൾ സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.4 കിലോഗ്രാം. അതായത് സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ, അതിനേക്കാൾ കൂടാൻ പാടില്ല എന്നാ. മാക്സിമം അത്രേ വരാവൂ, എത്ര 0.4 കിലോഗ്രാം. അവർ ചോദിക്കുന്നത് എന്താ, സി വാട്ട് വുഡ് ബി ദ, കണ്ട വാട്ട് വുഡ് ബി ദ മാക്സിമം. നമുക്ക് കിട്ടിയത് എന്താ, എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ. മാക്സിമം എത്രേ വരാവൂ, എത്രയേ 0.4 വരാവൂ, അതിൽ കൂടുതൽ വരാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ monkey of mass 20 kilogram is holding a vertical rope. The rope will not break when mass of 25 kilogram is suspended from it, but will break if the mass exceeds 25 kilogram. അതായത് ഈ ടെൻഷൻ ഇൻ ദ റോപ്പ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 എന്നാണ്. അപ്പോൾ ടെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 കിലോഗ്രാം വെയിറ്റ്, 25 കിലോഗ്രാമിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ 25 × g. അതിൽ മങ്കിയുടെ വെയിറ്റ് 20 കിലോഗ്രാം ആണ്, മേലോട്ട് ആക്സിലറേറ്റ് ചെയ്യുക. അപ്പോൾ ആ മങ്കി റോപ്പിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്താവും, 20 × g+a. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25g. അപ്പോൾ g+a ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോക്കൂ ആ 20 ഇങ്ങോട്ട് കൊണ്ടുവന്ന 25/20 പറഞ്ഞാൽ 5/4g. അപ്പോൾ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/4g - g, അതായത് g/4. a ക്യാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാ, മീൻസ് ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ. മാക്സിമം എത്രയേ പറ്റൂ, g/4, അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റൂല. ഇതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ a max ഈക്വൽ ടു g/4. g 10 ആണെങ്കിൽ g/4 എന്താ കിട്ടുക, 2.5 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ. A monkey is descending from the branch of a tree with a constant acceleration if the braking strength is 75% of the weight of the monkey. അതിൽ സി ഇവിടെ മങ്കി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ, സി ഡിസെൻഡിങ്, താഴോട്ടാണ്. അപ്പോൾ ഈ മങ്കി ഇപ്പം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അവിടെ മങ്കിയുടെ വെയിറ്റ് ഇപ്പോൾ 20 കിലോഗ്രാം എന്നായിരുന്നു, 20 കിലോഗ്രാം. ഓക്കെ. അപ്പോൾ ഇവിടെ മങ്കി താഴോട്ട് വരുമ്പോൾ ആ മങ്കി ഇതിനകത്ത് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m × g - a ആണ്, g - a. ഓക്കെ. അപ്പോൾ അതിൽ ഈ ആക്സിലറേഷൻ 10 മീറ്റർ സെക്കൻഡ് റേസ് - 2 ആണെന്ന് വിചാരിക്കുക. ആക്സിലറേഷൻ 10 മീറ്റർ സെക്കൻഡ് റേസ് - 2. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് എന്താ വരിക, എഫ് ഈക്വൽ ടു മാസ് 20 കിലോഗ്രാം × g10 മൈനസ് ആക്സിലറേഷൻ a വരും. ആക്സിലറേഷൻ 10 ആ വിചാരിച്ചോ. ആക്സിലറേഷൻ 10 ആണെങ്കിൽ ഇവിടെ എന്താ വരിക, 10 - 10 എന്താ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മങ്കി ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ വിൽ ബി 0. അപ്പോൾ ഫോഴ്സ് 0 ആവും. ഓക്കെ. ഇനി മങ്കി താഴോട്ട് സ്ലിപ്പ് ചെയ്യുന്ന ആക്സിലറേഷൻ 9 ആണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നോക്കൂ, 10 - 9 എത്രയാ, 1 × അപ്പോൾ 20 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുക്കുക. ഓക്കെ, ദിസ് ഈസ് ഫോഴ്സ് ഇൻ ന്യൂട്ടൺ. Then the force exerted by the monkey on the branch of the tree will be 20. ഇനി മങ്കി താഴോട്ട് വരുന്ന ആക്സിലറേഷൻ 8 ആണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ 10 - 8 എത്രയാ, 2 × 20 എത്രയാ, അപ്പോൾ ഫോഴ്സ് 40 ന്യൂട്ടനാണ്. മങ്കി താഴോട്ട് വരുന്ന ആക്സിലറേഷൻ റെഡ്യൂസ് ചെയ്ത് 7 ആക്കി വിചാരിച്ചോ. 10 - 7 എത്രയാ, 3 × 20 6 ന്യൂട്ടനാണ്, 60 ആണ്, 60. അപ്പോൾ ഇവിടെ നോക്കൂ, മങ്കി താഴോട്ട് വരുന്ന ആക്സിലറേഷൻ 10, 9, 8, 7 എന്ന് പറഞ്ഞ് കുറയുമ്പോൾ മങ്കി കൊടുക്കുന്ന ഫോഴ്സ് 20, 40, 60 എന്ന് പറഞ്ഞ് കൂടുകയാണ്. ആക്സിലറേഷൻ കുറയുമ്പോൾ ഫോഴ്സ് കൂടും. അപ്പോൾ ആക്സിലറേഷൻ കുറഞ്ഞ് മിനിമം ആവുമ്പോൾ ഫോഴ്സ് കൂടി മാക്സിമം ആവും. പക്ഷേ ബ്രാഞ്ചിൽ ആക്ട് ചെയ്യാവുന്ന മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഓഫ് ദ വെയിറ്റ് ഓഫ് ദ മങ്കിയാണ്. അപ്പോൾ എപ്പോഴാണോ ഫോഴ്സ് മാക്സിമം ആവുന്നത് ആ ആക്സിലറേഷൻ ആണ് മിനിമം, കറസ്പോണ്ടിങ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് എഫ് മാക്സ് അതിന് കറസ്പോണ്ടിങ് എ മിനിമം. അപ്പോൾ 3/4 mg ഈക്വൽ ടു m × g - a മിനിമം. അതിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, രണ്ട് സൈഡിലും മാസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം, m കളയാം. ഇനി ആ എ മിനിമം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴെന്താ, -a മിനിമം എന്നുള്ളത് +a മിനിമം ആവും. 3/4 g അങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പോൾ എന്താ വരിക, g/4 വരും. ഓക്കെ, g/4. സോ the minimum acceleration with which the monkey can slip down the branch, that is g/4 വരും. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. അതിൽ കാൽക്കുലേറ്റ് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് എ മൂവിംഗ് കാർ സോ ദാറ്റ് എ ബോഡി ലൈയിങ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ കാർ റിമെയിൻ സ്റ്റേഷനറി. സി ബ്ലോക്ക് ഈസ് ഒബ്സർവ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ കാർ. കാറ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഇത് സ്റ്റേഷനറി ആവണം. മനസ്സിലായില്ലേ? കാർ ഈസ് ആക്സിലറേറ്റിംഗ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാർ ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ആ ആക്സിലറേഷൻ ബോഡിക്ക് നമ്മൾക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കൊടുക്കണം.
ബോഡിയുടെ മാസ് ആക്സലറേഷൻ ഇനേർഷ്യൽ ഫോഴ്സാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു പുള്ളിങ് ദ ബോഡി ഇൻ ദാറ്റ് ഡിറക്ഷൻ. ഇറ്റ് വിൽ ബി ഒപ്പോസ്ഡ് ബൈ വെയിറ്റ് ദിസ് ഫ്രിക്ഷൻ mu mg. അപ്പോൾ ഇത് അനങ്ങാണ്ട് നിൽക്കണമെങ്കിൽ എന്താവണം, ഈ അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് MA ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu mg അല്ലേ? ഫ്രിക്ഷനേക്കാൾ കുറവോ ഈക്വൽ ആവണം. അപ്പോൾ അനങ്ങാണ്ട് നിൽക്കും. MA ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu mg. അപ്പോൾ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu. കാരണം എന്താ, ഇവിടെ നമുക്ക് M കളയാം കേട്ടോ. അപ്പോൾ A ക്യാൻ ബി ഐദർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ. mu g യേക്കാൾ കൂടാൻ പാടില്ല, മാക്സിമം അതാണ്. സോ ദാറ്റ് ഈസ് ദ മാക്സിമം ആക്സലറേഷൻ. 0.15 into 10 പറഞ്ഞാൽ 1.5 meter second raised to -2 വരും. ഓക്കെ, ഇതിനകത്ത് എ കൺവെയർ ബെൽറ്റ് ഈസ് മൂവിങ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 meter per second. എ ബോക്സ് ഈസ് ജെന്റ്ലി ഡ്രോപ്ഡ് ഓൺ ഇറ്റ്. The coefficient of friction between them is mu equal to 0.5. The distance that the box will move relative to belt before coming to rest on it. Okay, or before coming to rest on it, take g equal to 10 meter per second square. ഇവിടെ നോക്കൂ, ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ, ആ സാധനമാണ് ബെൽറ്റ്. ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുക. അതിൻ്റെ മേലെ നമ്മളൊരു ബ്ലോക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ബ്ലോക്കിന് വെലോസിറ്റി ഇല്ലല്ലോ, ബ്ലോക്ക് അവിടെ റെസ്റ്റിലായിരിക്കുക. പക്ഷേ ഈ ബ്ലോക്കും ബെൽറ്റും തമ്മിലൊരു പിടുത്തമുണ്ട്, ഗ്രിപ്പുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ബ്ലോക്ക് ബെൽറ്റിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ എന്താവും, ബെൽറ്റിൻ്റെ മോഷൻ ഒപ്പോസ് ചെയ്യും. ബെൽറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ ആ ബ്ലോക്ക് ബെൽറ്റിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ അങ്ങോട്ടാവും. അപ്പോൾ ബെൽറ്റ് തിരിച്ച് ബ്ലോക്കിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ എങ്ങോട്ടാവും, ഇങ്ങോട്ടാവും. നോക്കൂ, ഈ ബെൽറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അതിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഞാൻ അല്പം താഴെ മഞ്ഞ വരയിൽ കാണിച്ചിട്ടുണ്ട് അങ്ങോട്ട്. അത് ബ്ലോക്ക് ബെൽറ്റിൽ കൊടുക്കുന്ന ഫ്രിക്ഷനാണ് അങ്ങോട്ട്, കാരണം ബെൽറ്റ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണേ. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ. അപ്പോൾ ആ ബ്ലോക്ക് ബെൽറ്റിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ അങ്ങോട്ടാണെങ്കിൽ ബെൽറ്റ് ബ്ലോക്കിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ ഇങ്ങോട്ട് മുന്നോട്ടാണ്. വെച്ച സമയത്ത് ബ്ലോക്കിൻ്റെ വെലോസിറ്റി 0. Now that block experiences a constant force in the forward direction. അപ്പോൾ ആ ബ്ലോക്ക് ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങും. ബ്ലോക്കിൻ്റെ വെലോസിറ്റി തുടക്കത്തിൽ 0 ആണെങ്കിലും വെലോസിറ്റി ഇങ്ങനെ കൂടി ബെൽറ്റിൻ്റെ കൂടെ എത്തും. ബെൽറ്റിൻ്റെ എത്രയാ, 2 meter per second ആണ്. ബ്ലോക്കിൻ്റെ കുറച്ച് കഴിയുമ്പോൾ 2 ആവും. പിന്നെ ഇവരെന്താണെന്നറിയോ, പിന്നെ ഇവർ തമ്മിൽ എന്താ പറയുക, റിലേറ്റീവ് മോഷൻ ഇല്ല. അപ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്യൽ അവസാനിക്കും, പിന്നെ ആക്സലറേറ്റ് ചെയ്യില്ല. മനസ്സിലല്ലേ? ഫ്രിക്ഷൻ വിൽ ആക്ട് ഓൺലി വെൻ ദർ ഈസ് എ ടെൻഡൻസി ഫോർ റിലേറ്റീവ് മോഷൻ. രണ്ടിനും ഒരേ വെലോസിറ്റി ആയി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യൽ നിൽക്കും. മനസ്സിലായില്ല? അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ വെലോസിറ്റി 0 കൂടി 2 ആവും എന്നർത്ഥം. മനസ്സിലായില്ല? ആ സമയത്തൊക്കെ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ mu g ആണ്. അത് ഫ്രിക്ഷൻ ഉണ്ടാക്കണതാ. mu mg ആണ് ഫ്രിക്ഷൻ ബൈ മാസ് എന്ന് പറഞ്ഞാൽ mu g ആണ് ആക്സലറേഷൻ. അത് എത്ര കിട്ടും, 5 meter per second square. ഇനി ഫൈനൽ വെലോസിറ്റി 2 ആരുടെ, ബ്ലോക്കിൻ്റെ. ഇനീഷ്യൽ വെലോസിറ്റി 0, 5t. അപ്പോൾ t equal to 2/5. അത്രയും സമയം എടുക്കുക. ഈ ബ്ലോക്കിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി 2. അപ്പോൾ ആവറേജ് എന്താ, ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ആവറേജ് നമുക്ക് ഇങ്ങനെ കാണാം. ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഇവിടെ 2/2 പറഞ്ഞാൽ 1 ആണ്. 1 × 2/5 എന്ന് പറഞ്ഞാൽ 0.4 meter കിട്ടും. സോ ഓക്കെ, ദാറ്റ് വിൽ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ബ്ലോക്ക്. ദാറ്റ് ഈസ് 0.4 meter പറയാം. ഇവിടെ a 100 Newton force acts horizontally on a block of mass 10 kg placed on a horizontal rough surface. Coefficient of friction mu equal to 0.5. If the acceleration due to gravity is 10, the acceleration of the block is, ഒരു കാര്യമില്ല, ഇങ്ങോട്ട് 100 Newton ഉണ്ട്, അങ്ങോട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ mu ഇൻറ്റു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്താ, mg ആ. മാസ് 10 kg, g 10. അപ്പോൾ mg 100 Newton, നോർമൽ റിയാക്ഷൻ 100. അങ്ങോട്ടുണ്ടാവുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ mu ഇൻറ്റു നോർമൽ റിയാക്ഷൻ. mu 0.5 ആണ്, നോർമൽ റിയാക്ഷൻ 100 ആണ്. അപ്പോൾ 50 അങ്ങോട്ട്, 100 ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം, 100 - 50. 100 - 50 എന്താ, ദാറ്റ് വിൽ ബി 50/10. ഓക്കെ, ഇത് റിസൾട്ടൻറ്റ് ഫോഴ്സ് 100 - 50 ഡിവൈഡ് ബൈ മാസ്. അപ്പോൾ 5 meter per second square വരും. അതായത് ഇതാണ് ആക്സിലറേഷൻ. Now see, we have another question here. ഇവിടെ എന്താ, a heavy uniform chain lies on a horizontal tabletop. If the coefficient of friction between the chain and the table surface is 0.25, then the maximum fraction of the length of the chain that can hang over the edge of the table is. ഇതിങ്ങനെ ഊരി പോവാണ്ടേ മാക്സിമം എത്ര ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. അതിൽ ഈ ഹാങ്ങിങ് പാർട്ടിൻ്റെ ലെങ്ത് x ആണ് വിചാരിച്ചോ, ടോട്ടൽ ലെങ്ത് L ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ടേബിൾ ടോപ്പിൽ എത്ര ഉണ്ടാവും, L - x ഉണ്ടാവും.
ഇതിൻ്റെ എക്സ് ടേബിൾ ടോപ്പിൽ എത്ര എൽ മൈനസ് എക്സ്, അപ്പോൾ ടോട്ടൽ എൽ. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഓഫ് ദ ഹാങ്ങിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എൽ ആണ്, എക്സ് ബൈ എൽ. മനസ്സിലല്ലേ? ഹാങ്ങിങ് പാർട്ടിൻ്റെ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഈ ഹാങ്ങിങ് പാർട്ടിൻ്റെ വെയിറ്റ് ആണ് ഇതിനെ പിടിച്ച് വലിക്കുക. ഓക്കെ, ദ ഫോഴ്സ് ദാറ്റ് ഫേവേഴ്സ് ദ മോഷൻ ഈസ് ദ വെയിറ്റ് ഓഫ് ദ ഹാങ്ങിങ് പാർട്ട്. ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ മോഷൻ ഈസ് ദ ഫ്രിക്ഷൻ. ഓക്കെ, ഈ ഫ്രിക്ഷൻ ഓൺ ദ പാർട്ട് വിച്ച് ലൈസ് ഓൺ ദ ടേബിൾ. ആ ടേബിളിൻ്റെ മേലുള്ള ആ പാർട്ടിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ്. അവിടെ നോക്കൂ, ഈ ലാംഡ എന്താണെന്നറിയോ? മാസ് പെർ യൂണിറ്റ് ലെങ്താ, ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയും. മേലെ ഉള്ളതിൻ്റെ ലെങ്ത് എൽ മൈനസ് എക്സ്, യൂണിറ്റ് ലെങ്ത്തിൻ്റെ മാസ് ലാംഡ. അപ്പോൾ ഈ മേലെയുള്ള ലെങ്ത് എത്രയാണ്? എൽ മൈനസ് എക്സിൻ്റെ മാസ് എത്ര വരും? എൽ മൈനസ് എക്സ് ഇൻറ്റു ലാംഡ. ഓക്കെ, അതാണ് മാസ്. ഇൻറ്റു ജി പറഞ്ഞാൽ വെയിറ്റ് താഴേക്ക്. അത്രയും ഫോഴ്സ് മേലോട്ടും ആക്ട് ചെയ്യും, നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഇനി അങ്ങോട്ട് ആക്ട് ചെയ്യാവുന്ന മാക്സിമം ഫ്രിക്ഷൻ എന്താ? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് വീഴാതിരിക്കണമെങ്കിൽ ഈ അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന മാക്സിമം ഫ്രിക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നാ. ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നതിനേക്കാൾ കൂടുതലോ ഈക്വലോ ആവണം അങ്ങോട്ടുള്ള ഓപ്പോസിങ്, കാരണം അത് സെൽഫ് അഡ്ജസ്റ്റിംഗാണ്. ഓക്കെ, അറിയാലോ നമുക്ക്. അപ്പോൾ ഈ എഫ് മാക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ? പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ലാംഡ എക്സ് ജി. അതിൽ ആ എഫ് മാക്സ് എന്താ? മ്യൂ ഇൻറ്റു എൽ മൈനസ് എക്സ് ഇൻറ്റു ലാംഡ ഇൻറ്റു ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എക്സ് ജി എന്ന് വരും. ഓക്കെ, അതിൽ ഇവിടെ ഇപ്പം നമുക്ക് എന്ത് പറയാമെന്നറിയോ? സി, ഇവിടെ ലാംഡ ഉണ്ട്, ജി ഉണ്ട്, ലാംഡ ഉണ്ട്, ജി ഉണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മ്യൂനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എൽ മൈനസ് എക്സ് ബൈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ മ്യൂ എന്നാ. ഓക്കെ, ഇനി എൽ ബൈ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ മ്യൂ. കുഴപ്പമില്ലല്ലോ, ആ മൈനസ് 1നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എൽ ബൈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ മ്യൂ പ്ലസ് 1. അപ്പോൾ എൽ ബൈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ പ്ലസ് 1 ബൈ മ്യൂ. ഓക്കെ, ഇനി നമ്മൾ എന്താണോ ഇപ്പോൾ ഈ ഇനീക്വാളിറ്റി നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മ്യൂ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നോക്കൂ, ആ വലുത് എന്ന് കാണിക്കുന്നത് മ്യൂ ബൈ മ്യൂ പ്ലസ് 1. ഇതേ നോക്കൂ, മ്യൂ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം. മ്യൂ ബൈ മ്യൂ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ എൽ വരും. മ്യൂ ബൈ മ്യൂ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ എൽ. ഓക്കെ, ദാ മ്യൂ ബൈ മ്യൂ പ്ലസ് 1 നോക്കൂ, അതാണ് വലുത്. ഓക്കെ, അപ്പോൾ എക്സ് ബൈ എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ബൈ മ്യൂ പ്ലസ് 1. ഈ എക്സ് ബൈ എൽ ആണ് ഫ്രാക്ഷൻ. ദാറ്റ് ക്യാൻ ബി ഐദർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മീൻസ് ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ. അതായത് ഇതിനേക്കാൾ കൂടാൻ പറ്റില്ല എന്ന്. സോ ദിസ് ഈസ് ദ മാക്സിമം ഫ്രാക്ഷൻ. എത്രയാ? മ്യൂ ഡിവൈഡ് ബൈ മ്യൂ പ്ലസ് 1. മാക്സിമം ഫ്രാക്ഷൻ അതാ. പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. മ്യൂ ഈസ് ഗിവൺ ആസ് 0.25. അപ്പോൾ ഇതെത്ര ഒരു 1/5 വരും. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 20% വരും. ഓക്കെ, സോ മാക്സിമം ലെങ്ത് ഓഫ് ദ ഹാങ്ങിങ് പാർട്ട് അത് എത്രയാ? 20%. ഇനി നമ്മൾ ഇതൊരു എന്താ പറയുക, സാധാരണ ഒരു പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഓക്കെ, starting from rest, a body slides down a 45-degree inclined plane in twice the time it takes to slide down the same distance in the absence of friction. The coefficient of friction between the body and the inclined plane is. ഓക്കെ, അതായത് സ്മൂത്ത് ആവുമ്പോൾ താഴെ എത്താൻ എടുക്കുന്ന സമയത്തിൻ്റെ ഡബിളാണ് എന്താ റഫ് ആവുമ്പോൾ താഴെ എത്താൻ എടുക്കുന്ന സമയം. മനസ്സിലാവുണ്ടോ? അതായത് നമ്മളൊരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്, ഇൻക്ലൈൻ പ്ലെയിൻ ഈ ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോ. വെൻ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി സ്മൂത്ത് മീൻസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ താഴെ ടി ടൈമിലെത്തും വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അത് റഫ് ആവുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ട്വൈസ് ദ ടൈം എടുക്കും, അതായത് 2t എടുക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ 2 അവിടെ നിൽക്കട്ടെ, ഞാൻ ജനറൽ ആയിട്ട് പറയാം. ഓക്കെ, ദ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു സ്ലൈഡ് ഡൗൺ ദ ഇൻക്ലൈൻ ഈസ് n ടൈംസ് ഓഫ് ദാറ്റ് റിക്വയർഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ഫോർമുല പിടിച്ചോ, ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ദിസ് വൺ മ്യൂ ഈക്വൽ ടു 1 - 1/n² ഇൻറ്റു ടാൻ തീറ്റ. അതെപ്പോഴും എന്താ 45 ഡിഗ്രിയാണ് ചോദിക്കുക. കാരണം എന്താണെന്നറിയോ? അപ്പോൾ ടാൻ 45 1 ആണ്, വളരെ എളുപ്പ. n ഈക്വൽ ടു ഇവിടെ അവർ തന്നിരിക്കുന്നത് 2 n ഈക്വൽ ടു 2 ആ. അപ്പോൾ 1 - 1/2² എത്രയാണ്? 1/4. 1 - 1/4 പറഞ്ഞാൽ 3/4 0.75. അപ്പോൾ ദേ ഇത് എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്, റൈറ്റ്? ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയാം, ഈ സാധനം എങ്ങനെ വന്നു എന്നാ, ഈ പെട്ടിക്കകത്ത് കിടക്കുന്ന സാധനം എങ്ങനെ വന്നു എന്ന്. ഇത് സ്മൂത്ത് ആണെങ്കിലും റഫ് ആണെങ്കിലും മേലേന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആക്സിലറേഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ
ഇതാണ് ആക്സിലറേഷൻ്റെ ഫോർമുല. സ്മൂത്ത് ആവുമ്പോൾ മ്യൂ 0 ആണ്, അപ്പോൾ ജി സൈൻ തീറ്റ എന്ന് മാത്രം വരും. സ്മൂത്ത് ആണെങ്കിലും റഫ് ആണെങ്കിലും വരേണ്ടത് ഇവിടെ u0 ഇവിടുന്ന് ഇവിടെ വരെയാണ് വരണ്ടേ. അതായത് രണ്ട് കേസിലും സ്മൂത്ത് റഫ് രണ്ട് കേസിലും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണല്ലോ, ½ AT². ഫസ്റ്റ് കേസിൽ കണ്ടാലും സെക്കൻഡ് കേസിൽ കണ്ടാലും ഒന്നാ. ഓക്കെ, u0 ut0. ഈ ആക്സിലറേഷൻ എന്താ? ഹാഫ് ആക്സിലറേഷൻ ജി സൈൻ തീറ്റ അല്ലേ. മ്യൂ 0 എന്ന് കൊടുക്കുമ്പോൾ ജി സൈൻ തീറ്റ. ഫ്രിക്ഷൻ ഇല്ലാത്തപ്പോൾ ടൈം t². ഇനി ഫ്രിക്ഷൻ ഉള്ളപ്പോൾ ഹാഫ്, പിന്നെ ആക്സിലറേഷൻ ഇത് ഫുൾ എഴുതണം കാരണം മ്യൂ ഉണ്ട്. ടൈം n ടൈംസാ, അപ്പോൾ ടിക്ക് പകരം n(t²). ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഇവിടെ ജി സൈൻ, ഇവിടെ നോക്കൂ t² ഉണ്ട്, ഹാഫ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഹാഫ് ഉണ്ട്, പിന്നെന്താ t² ഉണ്ട്. ഓക്കെ, കട്ട് ചെയ്തു. ഇനി എന്താണെന്നറിയാം മോനെ, ഇവിടെ ജി ഉണ്ട്, കളയാം. ഓക്കെ, ഇവിടെ ഒരു n² കിടക്കുന്നുണ്ട്, n². ആ n² അങ്ങോട്ട് എടുക്കുമ്പോൾ 1/n². ആ സൈൻ തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ 1. സൈൻ തീറ്റ മ്യൂ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മ്യൂ കോട്ട് തീറ്റ. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമുക്ക് മ്യൂ കോട്ട് തീറ്റ = 1 - 1/n² വരും. റൈറ്റ്, അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം കിട്ടുന്നത്. കോട്ട് തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ, കോട്ട് തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ 1/cot തീറ്റ എന്നാവും, അതാണ് ടാൻ തീറ്റ. റൈറ്റ്, ഓക്കെ. ഇനി അടുത്തത് എ പോയിന്റ് മാസ് m is moved in a vertical circle of radius r with the help of a string. The velocity of the mass is √7 gr at the lowest point. The tension the string at the lowest point is. ഈ ടെൻഷൻ പറഞ്ഞാൽ along the string and away from the body എന്നാണ് എപ്പോഴും. അപ്പോൾ when the body is at the lowest point, ടെൻഷൻ എന്താ, ബോഡിയിൽ നിന്ന് സ്ട്രിങ് വഴി ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ ഇതാണ് സ്ട്രിങ് ഇതല്ലേ. അപ്പോൾ ആ സ്ട്രിങ് വഴി ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബോഡിയിലാണ് എത്തുക, പറ്റില്ല. ബോഡിയിൽ നിന്ന് പുറത്തേക്ക് അലോങ് ദ സ്ട്രിങ്. ഓക്കെ, അലോങ് ദ സ്ട്രിങ് ആൻഡ് എവേ ഫ്രം ദ ബോഡി പറഞ്ഞാൽ അപ്പോൾ ടെൻഷൻ മേലോട്ടാ, വെയിറ്റ് പിന്നെ എപ്പോഴും താഴേക്ക്. ആസ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ, റിസൾട്ടൻറ്റ് ഫോഴ്സ് മസ്റ്റ് ബി ടുവേഴ്സ് ദ സെൻറ്റർ. റിസൾട്ടൻറ്റ് ഫോഴ്സ് എപ്പോഴും സെൻറ്ററിലേക്ക് ആവണം. അപ്പോൾ ഇവിടെ സെൻറ്ററിലേക്ക് ടി, എവേ ഫ്രം ദ സെൻറ്റർ mg. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങോട്ടാ, t - mg, അതാണ് സെൻറ്ററിലേക്ക്. ദാറ്റ് പ്രൊവൈഡ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ t - mg = mv²/r. അപ്പോൾ ടി എന്താ, ടി പറഞ്ഞാൽ mv²/r + mg. അതാണ് ടെൻഷൻ. അതിൽ വി അവർ ഇവിടെ തന്നിട്ടുണ്ട്, v = √7 gr. അപ്പോൾ v² പറഞ്ഞാൽ 7 gr വരും. അതിൽ ഈ ആറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7mg + mg എന്താ, 8mg വരും, 8mg. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ ഇതിനകത്ത്. റൈറ്റ്, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, നോക്കൂ. എ ബ്ലോക്ക് ഓഫ് മാസ് 10 kg ഈസ് ഇൻ കോണ്ടാക്ട് അഗെയിൻസ്റ്റ് ദ ഇന്നർ വാൾ ഓഫ് എ ഹോളോ സിലിണ്ടർ ഡ്രം 1 മീറ്റർ. ഓക്കെ, റേഡിയസ് 1 മീറ്റർ ആണ് കേട്ടോ, റേഡിയസ് 1 മീറ്റർ. ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.1. ഓക്കെ, പിന്നെ വേറൊന്നും വേണ്ടി വരില്ല അല്ലേ, അത്രയേ ഉള്ളൂ. റേഡിയസ് അത്രേ വേണ്ടു. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ സിലിണ്ടർ ഇങ്ങനെ ഇതാവുകയാണ്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇവിടെ ഇപ്പോൾ ഒരു ഇതെന്താ ഉള്ളത്, ബ്ലോക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബ്ലോക്ക് ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് എക്സ്പീരിയൻസ് എ റിസൾട്ടൻറ്റ് ഫോഴ്സ് ടുവേഴ്സ് ദ സെൻറ്റർ. സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൽ നോക്കൂ, ഇവിടെ ഈ വാള് കൊടുക്കുന്ന ഫോഴ്സ് നോർമൽ റിയാക്ഷൻ, ദാറ്റ് പ്രൊവൈഡ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പറഞ്ഞാൽ എന്താ, m²r ആണ്. ഓക്കെ, ഇനി എന്താണെന്നറിയോ, പിന്നെ ഇത് താഴോട്ട് സ്ലിപ്പ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ് ഈസ് ബീങ് ബാലൻസ്ഡ് ബൈ ദ ഫ്രിക്ഷൻ. മേലോട്ടുണ്ടാവുന്ന മാക്സിമം ഫ്രിക്ഷൻ മ്യൂവിൻ്റെ നോർമൽ റിയാക്ഷനാണ്. അതിൽ നോർമൽ റിയാക്ഷൻ m²r. അപ്പോൾ Fmax = മാക്സിമം ഫ്രിക്ഷൻ = μm²r വരും. ഇത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കണമെങ്കിൽ താഴോട്ടുള്ള mg കൂടുതലോ ഈക്വലോ ആവണം മേലോട്ടുള്ളത് ഫ്രിക്ഷൻ അല്ലേ. ഇത് മാക്സിമം ഫ്രിക്ഷനാ. മാക്സിമം ഫ്രിക്ഷൻ 10 ന്യൂട്ടൺ ടേബിളിലുണ്ട്. ടേബിളിന് ഞാൻ അങ്ങോട്ട് 8 കൊടുത്ത് അങ്ങോട്ട് 8 ഉണ്ടാവുള്ളൂ, 10 ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതേപോലെ ഇങ്ങോട്ട് 8 mg. മേലോട്ടുള്ള മ്യൂ എന്ന് പറഞ്ഞാൽ 10 വിചാരിക്കുക. 10 അങ്ങോട്ട് ഉണ്ടാവില്ല, ഇങ്ങോട്ട് 8 ആണെങ്കിൽ അങ്ങോട്ട് 8 ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ mg കൂടുതലോ ഈക്വലോ ആവണം. കുറവാണെങ്കിൽ ഇത് താഴോട്ട് പോകും. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി, എന്താ, Fmax > mg. അപ്പോൾ m²r > mg. അതിൽ ഒമേഗ > √g/μr. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് g എത്രയാ, 10 ആണ്. എത്രയാ, μ 0.1 ആണ്, r 1 ആണ്. ഓക്കെ, അപ്പോൾ 100 വരും. ആൻഡ് ഒമേഗ
greater than or equal to na. Greater than or equal to means it cannot be less than. 10-നേക്കാൾ കുറയാൻ പാടില്ല പറഞ്ഞാൽ 10 ആണ് മിനിമം. ഓക്കെ, ഇതാ കണ്ട മിനിമം ആംഗുലർ വെലോസിറ്റി എല്ലാം നേരെ നേരെ ഉള്ളതുപോലെ. ഓക്കെ, അപ്പോൾ 10 radians/second എന്ന് വരും. ഓക്കെ, see two stones of masses m and 2m, okay, are whirled in a horizontal circle. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? സി ഇവിടെ മാസസ് തന്നിട്ടുണ്ട്, എം ഉണ്ട്, പിന്നെന്താ 2m ഉണ്ട്, റൈറ്റ്. പിന്നെ ദ ഹെവിയർ വൺ ഓഫ് ഇൻ റേഡിയസ് r/2ലാണ് ഇത് മൂവ് ചെയ്യണത്. ഓക്കെ, ഇത് r-ലാണ് മൂവ് ചെയ്യണത്. ദ ടാൻജൻഷ്യൽ സ്പീഡ് ഓഫ് ലൈറ്റർ സ്റ്റോൺ ഈസ് n ടൈംസ് ദാറ്റ് ഓഫ് ദ ഹെവിയർ സ്റ്റോൺ. ഇതിൻ്റെ v ആണ്, ഇതിൻ്റെ NV ആണ്. ആ എന്നാ കണ്ടുപിടിക്കണ്ടേ? രണ്ടിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിമാ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഓക്കെ, F = mv²/r സ്റ്റാൻഡേർഡ് ഫോർമുല. അപ്പോൾ അതിനകത്ത് മാസ് എം ആവുമ്പോൾ സ്പീഡ് എത്ര? NV ആണ്, റേഡിയസ് r ആ, m പിന്നെന്താ സ്പീഡ് NV /r. പിന്നെ മാസ് 2m ആവുമ്പോൾ എന്താ 2m ആവുമ്പോൾ സ്പീഡ് v ആണ്, റേഡിയസ് r/2 ആണ്. ഓക്കെ, ഈ 2 മേലെ പോവും. ഓക്കെ, മേലെ പോവുകയാണെങ്കിൽ 2 × 2 എത്രയാ? 4 വരും. അപ്പോൾ നമുക്ക് വരിക n². ഇവിടുന്ന് ദിസ് ഇംപ്ലൈസ് n² = 4 വരും. ഓക്കെ, ആൻഡ് n = 2 വരും. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. 500 കിലോഗ്രാം കാർ ടേക്സ് എ റൗണ്ട് ടേൺ ഓഫ് റേഡിയസ് 50 മീറ്റർ വിത്ത് വെലോസിറ്റി 36 km/h. km/h മീറ്റർ/സെക്കൻഡ് നമ്മൾ എന്താ പറയുക, ഒരു ഒത്തിരി തവണ നമ്മൾ ചെയ്തതാണ്. 36 km/h, 36 × 5/18, that is 10 m/s. And force is mv²/r. മാസ് എത്രയാണ്? 500 കിലോഗ്രാം. വെലോസിറ്റി 10 m/s. റേഡിയസ് എത്രയാണ്? 50 മീറ്റർ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സാ ചോദിക്കുന്നത്. അപ്പോൾ mv²/r. അപ്പോൾ 500 × 10² / 50. അപ്പോൾ ഈ 500ഉം 50യുടെ കട്ട് ചെയ്ത് അവിടെ 10 വരും. ഇൻറ്റു 10² പറഞ്ഞാൽ 1000 ന്യൂട്ടൺ വരും, റൈറ്റ്. ഇതിൽ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് മൂവിങ് ഓൺ എ ഹൊറിസോണ്ടൽ സർക്കിൾ ഓഫ് റേഡിയസ് r വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പോൾ എവരിവെയർ ഓൺ ദ സർക്കിൾ സ്പീഡ് സെയിമാ, കൈനറ്റിക് എനർജി സെയിമാ. അപ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. കൈനറ്റിക് എനർജി ചേഞ്ചസ് mv²/r തെറ്റ്. കൈനറ്റിക് എനർജി ചേഞ്ചസ് ബൈ mv², അതും തെറ്റ്. മൊമെന്റം ഡസ് നോട്ട് ചേഞ്ച് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ മൊമെന്റം ബീയിങ് എ വെക്ടർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ലെങ്കിലും ഡിറക്ഷൻ മാറുന്നുണ്ട്. ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിയല്ല. പിന്നെന്താ? മൊമെന്റം ചേഞ്ചസ് ബൈ 2mv കറക്റ്റാ. ഇവിടെ മൊമെന്റം mv അങ്ങോട്ടാണ്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ ഇങ്ങോട്ടാണ്. ഇത് +mv ആണ്, ഇത് -mv ആണ്. അപ്പോൾ ചേഞ്ച് എന്താ? mv - -mv. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2mv വരും.